പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ വളരെ രസകരമായ ഒരു സാക്ഷ്യം ഇവിടെ ഒരു സഹോദരി പറഞ്ഞു. അത് എൻ്റെ മനസ്സിലിപ്പോൾ ഓർത്തു വരാൻ കാരണം ആ രീതികൾ വിശ്വാസത്തിൻ്റെ ഒരു രീതിയാണ്. അതായത് ഒരു മോള് സാക്ഷ്യം പറഞ്ഞ ഇതാണ്. എൻ്റെ പേര് ഏഞ്ചൽ മരിയ ജോർജ്. ഞാൻ കായൽപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു, പുളുങ്കുന്ന്. ആദ്യമായിട്ട് സാക്ഷ്യം പറയേണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറിനെ പറ്റിയാണ്. അച്ചാച്ചി 40 വർഷം മേളിലായിട്ട് പുക വലിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് 1 വയസ്സുള്ള കുഞ്ഞുണ്ട് വലിക്കണ്ടെന്ന് പറഞ്ഞാലും കേൾക്കുമായിരുന്നു. അപ്പം വീട്ടിലെല്ലാവരും പറഞ്ഞു എത്ര പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ എൻ്റെ നാത്തൂൻ പറഞ്ഞു നീ പോയി ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ നാത്തൂൻ പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കാൻ ഉള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ അതുകൂടെ എഴുതിയായിരുന്നു. ഞാൻ നവംബർ 24 ഉടമ്പടി എടുത്തു. അതൊന്നും എടുത്ത കാര്യമൊന്നും വീട്ടിൽ അറിഞ്ഞുകൂടായിരുന്നു. അത് കഴിഞ്ഞ് ഈ സിഗരറ്റ് വലി കാരണം നന്നായിട്ട് ചുമക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന് വലിക്കാണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പം ഇങ്ങനെ ചുമയൊക്കെ കുറയാൻ തുടങ്ങി. അപ്പോൾ അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞു ലാസ്റ്റ് വലിച്ചത് നവംബർ 23-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് ഇതുവരെ വലിച്ചിട്ടില്ല. അപ്പോൾ ഈ പുകവലി അവിടെ അവർക്കൊരു പൊടിക്കുഞ്ഞുണ്ട്. അപ്പോൾ ഈ പുകവലിക്കണ കാരണം കുഞ്ഞിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞ് തുമ്മാനും ചുമക്കാനും ഒക്കെ തുടങ്ങും. അപ്പം അതിൻ്റെ കുഞ്ഞ് ശ്വാസകോശത്തിലേക്കല്ലേ ഈ പുക ചെല്ലണ കാരണം. അവൾക്ക് അപ്പനോട് പറയും, പക്ഷെ അപ്പൻ അത് കേൾക്കുകയും ചെയ്യും. പക്ഷെ പിന്നെ രാത്രിയാകുമ്പോൾ പ്രശ്നമാവും. എന്താ രാത്രി പുറത്തേക്ക് പോകാൻ പറ്റും. പകലൊക്കെ അപ്പനോട് പറഞ്ഞ അപ്പൻ കുഞ്ഞിനെ അവളെയും പ്രതി പുറത്തേക്ക് പോയിട്ട് വലിച്ചിട്ട് വരും. പക്ഷെ വലിക്കൽ മാറ്റാൻ പറ്റണില്ല, ഭയങ്കര വലിയ. അപ്പോൾ എന്നാ ചെയ്യും? അപ്പൻ രാത്രി വലിക്കാതിരിക്കുമ്പോൾ അപ്പനാകപ്പെടെ മൂടോട്ടായി വല്ല ഡിപ്രഷനായിട്ട് അവസാദമായിട്ടൊക്കെ ഇരിക്കും. അതവൾക്ക് സങ്കടമാണ്. പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അവളുടെ നാത്തൂൻ്റെ രഹസ്യമായിട്ട് പറഞ്ഞു, നീ ചെന്ന് അമ്മയോട് പറഞ്ഞ് ഉടമ്പടി ചെയ്താൽ മതി. അപ്പോൾ ആരോടും പറയാതെ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ല, വീട്ടുകാർക്ക് ഉടമ്പടി അറിയത്തില്ലല്ലോ. അറിയാവുന്നവർക്ക് പ്രശ്നമില്ല, അറിയാൻ പാടില്ലാത്തവരെ സംബന്ധിച്ചുള്ള എന്നാ ഉടമ്പടി എങ്ങനെയാണ് ചെയ്യണത്, അതുകൊണ്ട് എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ആരോടും പറയാതെ രഹസ്യമായിട്ടാണ് ഇവിടെ വന്ന് അവർ ഉടമ്പടി ചെയ്തത്. ഉടമ്പടി ചെയ്ത് ഒരു 4-5. അപ്പോൾ ഈ അപ്പായിക്കുള്ള പ്രശ്നം വെച്ചാൽ എനിക്ക് ആ സാക്ഷി ഇഷ്ടപ്പെടുകൊണ്ട് ഞാനിപ്പോൾ അത് പറയാൻ കാര്യം. അപ്പായിക്കുള്ള ഒരു പ്രശ്നം, അപ്പായി എപ്പോഴും ചുമച്ചുകൊണ്ടേയിരിക്കും. അതും ഒരു ഡിസ്റ്റർബൻസ് ആണ് ശരിക്കും. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരാൾ ചുമച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലേ. അപ്പോൾ അതുപോലെ പക്ഷേ ഒരു 4-5 ദിവസമായിട്ട് അപ്പ ചുമക്കണില്ല. അപ്പം അമ്മയോട് മരുമോൾ ചോദിച്ചു, അമ്മ അപ്പ ഇപ്പം ചുമക്കണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേ അമ്മ പറഞ്ഞു, അപ്പ നവംബർ 23-ാം തീയതി പുകവലി നിർത്തി മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ കരഞ്ഞു പോയി പെട്ടെന്ന്. കാര്യം എന്താ, നവംബർ 24-ാം തീയതിയാണ് ഇവൾ ഉടമ്പടി എടുത്തത്. പക്ഷേ 23-ാം തീയതിയാണ് അവൾ തീരുമാനമെടുത്തത്. എന്താണ്? ഉടമ്പടി എടുക്കാമെന്ന്. ആ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനമെടുത്ത ആ സമയത്ത്, കാര്യം നമ്മളുടെ തീരുമാനം, ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനം എടുക്കുമ്പോഴേ അമ്മയ്ക്കതറിയാം ശരിക്കും നിങ്ങളത് ചെയ്യുമെന്നും സത്യസന്ധമായിട്ട് ചെയ്യും. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കണവരെ അമ്മക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങളുടെ സത്യസന്ധത അമ്മയ്ക്കറിയാം. ഇത് ഒരു ഗുണവുമാണ് ഒരു ദോഷവുമാണ്. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയാലും അതാണ്. അത് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം, നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് അമ്മയ്ക്കറിയാം ഇത് കുറച്ച് കഴിയുമ്പോൾ ഉഴപ്പാനുള്ള പരിപാടിയാണ്. ഒന്നുമില്ലെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെങ്കിലും ഉഴപ്പും. എന്താ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കറക്റ്റ് 6 മണിക്ക് തീരേണ്ടതാണ്. 5:30ക്കും 6 മണിക്കും ഉള്ളിലുള്ള പ്രെയറാണ്. 6:05 അച്ഛൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം അത് അച്ഛന് തന്നിരിക്കുന്ന ഡിസിഷൻ വിവേചന അധികാരത്തിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ദിവസം ആ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ തുടങ്ങണത്. നമ്മൾ താമസിച്ച് എഴുന്നേൽക്കും തോറും പിന്നെ എല്ലാം ഡിസോർഡറാകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഉടമ്പടി നമ്മുടെ ജീവിതം വരെ ക്രമീകരിക്കും, പുതുതായിട്ട് കൊണ്ടുവരും.
ഇപ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവത്തില്ലേ, അത്ര കണ്ട് കൃത്യമായിട്ടാണ് അമ്മ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇപ്പോൾ വരുന്നൊരു വിഷയമെന്ന് പറയണത്, ഇപ്പം നമ്മൾ എൻ്റെ മക്കളെ തീരുമാനമാണ് ഒരു പ്രശ്നം. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനമാണ്. ഉടമ്പടിയും തന്നെയല്ല മക്കളെ, ദൈവാനുഗ്രഹത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മർമ്മം എന്ന് പറയുന്നത് തീരുമാനമാണ്. തീരുമാനം. നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം, നല്ലതാണ്. നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് എന്താണെന്നറിയാവോ? ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കണത് 23-ാം തീയതി, ഉടമ്പടി എടുക്കണത് 24-ാം തീയതി. അപ്പോൾ അവിടെ നിന്നൊരു ഗുണമെന്ന് പറയണത് 23 പറഞ്ഞാലും 24 പറഞ്ഞാലും ഇനി നവംബർ 19 പറഞ്ഞാലും ഭൂതമെന്ന് പറഞ്ഞാലും വർത്തമാനം എന്ന് പറഞ്ഞാലും ഭാവി എന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് ഒരേ സമയമാണ്. അമ്മയ്ക്ക് തന്നെയല്ല, ദൈവത്തിന് ഒരേ സമയമാണ്. എന്താ കാര്യം? ദൈവത്തിന് ഭൂതമില്ല, ഭാവിയുമില്ല, വർത്തമാനത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു തീരുമാനം എടുത്താൽ അത് മുൻകാല പ്രാബല്യത്തോടെയാണ് നടപ്പിൽ വരുന്നത്. അതെപ്പോഴും ഓർക്കണത്. കാര്യം ദൈവത്തിന് ഭൂതമില്ലാത്ത കൊണ്ടാണ് വരണത്. ഇപ്പോൾ ഒരു തീരുമാനം നീ എടുത്തെന്ന് വിചാരിച്ചു, ഇപ്പോൾ നിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നിനക്കിപ്പോൾ ഒരു അനുതാപം ഉണ്ടായി, കാര്യം നിനക്കൊരു അബോർഷൻ സംഭവിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ നീ 5 കൊല്ലം കഴിഞ്ഞാണ് നിനക്കതിന് അനുതാപം ഉണ്ടായത്. കർത്താവിൻ്റെ വചനവും സ്നേഹവും അനുഭവിച്ചപ്പോഴാണ് പണ്ട് 22-ാമത്തെ വയസ്സിലോ 24-ാമത്തെ വയസ്സിലോ ഒരു അബോർഷൻ ഉണ്ടായതിനെക്കുറിച്ച് നിനക്ക് ഈ 52-ാമത്തെ വയസ്സിലാണ് ഒരു അനുതാപം ഉണ്ടായെന്ന് വിചാരിച്ചോ. പക്ഷേ ആ അനുതാപം ആക്ടിവിറ്റി ചെയ്യും. ഇത് പണ്ടത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പണ്ടത്തെ കാര്യമില്ലല്ലോ. ദൈവത്തിന് ഒരു സമയമല്ലേ ഉള്ളൂ. അപ്പോൾ നീ അനുദപിക്കുന്നുണ്ടെങ്കിലും ദൈവം പഴയ കാലത്ത് നിൻ്റെ 22-ാമത്തെ വയസ്സിൽ അറിഞ്ഞോ അറിയാതെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് വന്നുപോയ അപരാധത്തിൻ്റെ മേൽ ഇപ്പം നിനക്ക് അനുതാപം ഉണ്ടെങ്കിൽ നിനക്ക് ആന്തരികമായ പാപക്ഷമ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവമായിട്ട് ബന്ധപ്പെടുമ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ സമയത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അനുതാപം ഉണ്ടാകരുത്. അനുതാപം അറിയാമല്ലോ, അനുതാപം ഒന്നിപ്പോൾ നോൻപ് കാലമാണല്ലേ. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാശയമല്ല, സങ്കല്പമല്ല, ഒരു തീരുമാനമാണ്, ഇല്ലേ? ധൂർത്തപുത്രൻ എന്നാ ഒരു തീരുമാനമല്ലേ എടുത്തത്? ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും എന്നല്ല തീരുമാനിച്ചത്. പക്ഷെ പോകും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാവിയാണ്. പക്ഷെ അത് ആക്ടിവേറ്റ് ചെയ്യണത് എന്താ? ദൈവം കൗണ്ട് ചെയ്യണത് എന്താണ്? പോയതുപോലെയാണ്. അതാണ് വിഷയം. ഇപ്പോഴ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം ഒരു 16-15 വാക്യങ്ങൾ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അവന് പാപക്ഷമയായി. എന്താ കാര്യം? പോകുമെന്ന് പറയുന്നത് ഭാവി സംഭവിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും വീട്ടിൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തണത്. പക്ഷേ ഈശോ അത് കൗണ്ട് ചെയ്യണത് അവൻ തീരുമാനമെടുത്ത്. അപ്പം നിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നിൻ്റെ ഭാവിയല്ല, നിൻ്റെ വർത്തമാനം തന്നെയാണ്. നീ എപ്പോൾ തീരുമാനം എടുക്കുന്നു അപ്പം മുതൽ നിനക്ക് അനുഗ്രഹം തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നീ അനുതാപ മേഖലയിൽ എപ്പോൾ നീ തീരുമാനം എടുത്തോ, ഇപ്പം സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് നടക്കാതെ വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് വന്ന്. ഇപ്പോൾ ഒരു മകൻ്റെ റാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ്. കാരണം ഇന്ത്യയിൽ ഒരു സീറ്റേ ഉള്ളൂ. ആ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പണം കൊടുക്കാനാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. അത് അമ്മയ്ക്കില്ലാത്ത കൊണ്ട് അവനത് യോഗ്യനാണെന്ന് അമ്മയ്ക്ക് തോന്നിയത് കൊണ്ടും അമ്മ പറഞ്ഞു, ഞാൻ അവൻ്റെ പരീക്ഷ വന്നപ്പോൾ എല്ലാ തരത്തിലും എന്നെ നവീകരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. അതുമല്ലേ അതിൻ്റെ അത് ഞാൻ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഭയങ്കരമായിട്ട്. അത് എല്ലാ തരത്തിലും എന്നെ ഞാൻ അപ്പോൾ അവർ ദൈവത്തെ കണ്ടതുപോലെയാണ്, കാണുന്നത് പോലെയാണ് ആ തീരുമാനം എടുക്കുന്നത്. ക്ഷമിക്കേണ്ട പാട്ട് ക്ഷമിച്ചു, സഹിക്കേണ്ട പാട്ട് സഹിച്ചു. നമുക്കൊക്കെ എന്നാ ഇപ്പോൾ നമുക്ക് സഹിക്കാനൊരു വ്യക്തിയെ കിട്ടുമെന്ന് വിചാരിച്ചോ? ഇല്ലേ? മുൻപ് കാലത്ത് ശ്രദ്ധിക്കണേ, നമുക്ക് സഹിക്കാൻ ഒരു വ്യക്തിയെ കിട്ടിയെന്ന് വിചാരിച്ചോ? അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ കിട്ടിയെന്നതിൻ്റെ അർത്ഥം. നമുക്ക് സഹിക്കാനൊരു വ്യക്തി, ചിലപ്പോൾ നിൻ്റെ ഒരു നന്മയും ഒരിക്കലും അംഗീകരിക്കാത്ത വ്യക്തികളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ അയൽവാസിയാകാം,
ചിലപ്പോൾ അമ്മയാകാം, ചിലപ്പോൾ അമ്മയാകാം, ചിലപ്പോൾ മരുമോളാകാം. അമ്പിനും വില്ലിനും അടുക്കത്തില്ല, ഒന്നും ഏക്കത്തില്ല. നമ്മൾ എത്ര ശങ്ക് തുറന്ന് കാണിച്ചാലും പറയും കള്ളത്തമാണെന്ന് പറയും, ഒന്നും അംഗീകരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇവരിത് സഹനമായിരിക്കും, ഇത് മരണം വരെ എത്ര കാലമായിരിക്കും, പണ്ടാരും ചത്താൽ മതിയായിരുന്നു എന്ന് അറിയാതെങ്കിലും പ്രാഗി സങ്കടപ്പെട്ടു പോകും. മക്കൾ ഇനി സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ എന്തെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കർത്താവിന് നമ്മളൊരു നേർച്ച ഉണ്ടാകണം. എന്താ നേർച്ച എന്ന് പറയണത്? കർത്താവ് മാത്രം ഉപയോഗിക്കാൻ പറ്റിയത് എന്താ കാര്യം? യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ, അങ്ങനെ വചനമില്ലേ? 1 കൊളോസ്യൻസ് 1:24 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ്. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിൽ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തില് സംവഹിക്കുന്നു. അപ്പം ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും സംവഹിക്കാൻ പറ്റും, ഇല്ലേ? ചില വേദനയൊക്കെ മനസ്സിലാണല്ലോ ഉള്ളത്, ശരീരത്തിൽ കാണത്തില്ല. നോക്കിയാൽ ചെറിയായിട്ടും പരിപാടിയും ഗുരുവായിട്ടും ഒന്നും കാണത്തില്ല, പക്ഷേ മനസ്സിലും മുറിവായി കിടക്കും. ചിലപ്പോൾ നമ്മളെ താത്തിക്കെട്ടിയതാകാം, ചിലപ്പോൾ നമ്മളെ കൊച്ചാക്കിയതാകാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് തക്ക സമയത്ത് വട്ടം ചവിട്ടി ഒടിച്ചു കളഞ്ഞതാകാം, ചിലപ്പോൾ നമ്മുടെ ഉയർച്ചയെ കാര്യക്ഷമമായിട്ട് ചില ഒറ്റുവർത്തമാനങ്ങളിലൂടെയും ചില അവഗണനയിലൂടെയും തക്ക സമയത്ത് വേണ്ട തീരുമാനം എടുക്കാഞ്ഞതിൻ്റെ പേരിൽ ചിലർ നിങ്ങൾ ചോദിക്കത്തില്ലേ, ഞാനിന്ന് എവിടെ ഇരിക്കേണ്ടതായിരുന്നു, അപ്പൻ അങ്ങനെ ഒരു തീരുമാനം ഒന്ന് എടുത്തിരുന്നെങ്കിൽ ഇപ്പം അപ്പനും അനുഭവിക്കണില്ലേ? അപ്പന്മാരോടും അമ്മമാരോടൊക്കെ സംസാരിക്കുമ്പോഴേ അന്ന് ഞാൻ ചോദിച്ചതല്ലേ ഒരു ലോൺ എടുക്കാൻ വേണ്ടി പറമ്പൊന്ന് ഈട് വെക്കുവാന്ന്, തന്നില്ല. നിങ്ങൾ തന്നിരുന്നെങ്കിൽ അത് വെച്ച് കയറിപ്പോയിട്ട് എനിക്ക് മറ്റുള്ളവരെയും ഒക്കെ കൈ പിടിച്ച് കൊണ്ടുവരാമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സംശയമായിരുന്നു, നിങ്ങൾക്ക് അനിയനോടായിരുന്നു സ്നേഹം, നിങ്ങൾക്ക് ചേട്ടനോടായിരുന്നു സ്നേഹമെന്നും പറഞ്ഞ്. മക്കളെ, ഇനി ഈ ഡയലോഗുകളെല്ലാം നിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവാണ് ഈ കാണിക്കണത്. അപ്പം നീ ചിന്തിക്കണം, ഇനി അമ്മയോട് നീ സംസാരിക്കണ്ട, അങ്ങനെ ഇനി അപ്പനോട് നീ അങ്ങനെ സംസാരിക്കണ്ട, നീ ആരോടും ഇനി അങ്ങനെ സംസാരിക്കണ്ട. നീ സംസാരിക്കേണ്ട ഇത്രയേ ഉള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മയായിരുന്നു അതെൻ്റെ ഹൃദയത്തിൽ ഞാൻ സംവഹിക്കുന്നു. ഒന്ന് പറഞ്ഞേ, യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിൽ വന്ന പോരായ്മ എൻ്റെ മനസ്സിൻ്റെ വേദനയായി ഞാൻ സംവഹിച്ച് കർത്താവിന് കാഴ്ചയായി സമർപ്പിക്കുന്നു. കാഴ്ചയായി സമർപ്പിച്ചോ? ഇനി ചോദിക്കരുത്, ഇനി അത് ആവർത്തിക്കരുത്. സ്തുതിയുടെ ഹല്ലേലൂയ. ഇതൊക്കെ ഈശോയ്ക്ക് കൊടുക്കുക. നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ എന്നാ പറ്റുമോ? നമ്മൾ ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകും, ഇല്ലേ? പണ്ടുകാലം ദൈവതിരുസന്നിധിയിൽ സമ്പത്ത് ശേഖരിക്കുന്ന കാലമാണ്. അതാണ് കർത്താവ് പറയുന്നത്, ദൈവതിരുസന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി എന്ന് പറയത്തില്ലേ? 12:21 ലുക്കായുടെ വിശുദ്ധ ലുക്കായുടെ സുവിശേഷം. അപ്പോഴേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്താ? ദൈവതിരുസന്നിധിയിൽ എന്താണ്? ദൈവം മൂല്യം കൊടുക്കണ കാര്യങ്ങൾ, അതാണ് ദൈവതിരുസന്നിധിയിലെ സമ്പത്ത്. ദൈവം എന്തിനാ മൂല്യം കൊടുക്കണത്? ദൈവത്തിന് ശരീരമില്ലല്ലോ, ശരീരത്തിലെ വേദനയില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ഇല്ലായ്മ ആണ് ശരീരം എടുക്കുന്നതിന് ഈശോയ്ക്ക് പ്രേരണ ആയത്. അതാണ് പ്രശ്നം. ദൈവത്തിന് ഇല്ലാത്ത കാര്യം എന്നാ? ദൈവം ആത്മാവല്ലേ? 4:24 യോഹന്നാൻ. അതുകൊണ്ട് ആത്മാവിന് വേദന ഉണ്ടാകത്തില്ലല്ലോ. അതുകൊണ്ടാണ് ദൈവം ശരീരം എടുക്കേണ്ടി വന്നത്. ശരീരം മാത്രമല്ല, റോമ 8:3 എന്താ പറയണത്? റോമ 8:3 എന്നാ പറയണത്? അവൻ പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഒന്ന് പറഞ്ഞേ. അവൻ പാപത്തിന് ശരീരത്തിന്മേൽ ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ സ്വയം മേടിച്ചതാ. അപ്പം ഇടയ്ക്ക് നമ്മളൊരു ശിക്ഷ സ്വയം മേടിക്കണത് നല്ലതാ. നോൻപ് കാലം എന്ന് പറയണത് ശിക്ഷ മേടിക്കണ കാലമാണ്. ആരുടെ പേരിൽ? കർത്താവിൻ്റെ പേരിൽ. കർത്താവിൻ്റെ പേരിൽ നിനക്കിപ്പോൾ ശിക്ഷ പലരും നീ മേടിക്കണുണ്ട്.
ഇല്ലേ? അയൽവാസികളുടെ ശിക്ഷ മേടിക്കുന്നുണ്ട് ചില ആൾക്കാർ, വഴിവിടത്തിലല്ലോ. ഒരപ്പത്തിന് ഇന്നാൾ സാക്ഷ്യം പറഞ്ഞ് എന്നാ പറഞ്ഞെന്നറിയാവോ? എൻ്റെ അച്ഛാ ഉടമ്പടി എടുത്തിട്ട് 2 കൊല്ലമായി. അച്ഛൻ പറഞ്ഞത് 2-3 കൊല്ലം എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 2 കൊല്ലമായപ്പോൾ തന്നെ ഇത് വഴിയില്ല, അങ്ങർക്ക് ആ വീട്ടിലോട്ട് വരാൻ വഴിയില്ല. വഴി ഇല്ലാത്തതല്ല പ്രശ്നം, ഉള്ള വഴിയിൽ കുപ്പിച്ചിലൊക്കെ ഇട്ടിരിക്കുകയാണ്, കൈത പോലെ. അയൽവാസികൾ ചെയ്ത പരിപാടിയാണ്. അതുകൊണ്ട് നടക്കാനും പറ്റണില്ല. അങ്ങനെ എടുക്കാൻ കാര്യം, കുപ്പിച്ചിലിടാൻ കാര്യം എന്താണെന്ന് അറിയാവോ? അവരൊരു ബൈക്ക് എടുത്തു. അവിടുത്തെ വീട്ടിലെ മോൻ ഒരു ബൈക്ക് എടുത്തു. അപ്പോൾ ബൈക്ക് ഇവർ കൊടുത്ത ഈ ഇടുക്ക് വഴിയിലൂടെ കൊണ്ടുവരുമ്പോൾ ഹാൻഡിൽ 2 വീതിയിൽ മുട്ടും. അപ്പോൾ അവരെന്ത് ചെയ്ത്, അവർ ബൈക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി, ബൈക്ക് അകത്തോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അവിടെ കുപ്പിച്ചില്ലിട്ട്. അപ്പോഴാണ് അയാൾ അങ്ങനെ ഉടമ്പടി ചെയ്തത്. അപ്പോൾ ഉടമ്പടി ചെയ്തപ്പോഴും അവരുടെ സ്ഥലമാണ്, ആ വീട്ടുകാരുടെ, ഇവരുടെ സ്ഥലമല്ല, അവരുടെ സ്ഥലമാണോ, അവർ നടക്കാനൊരു അനുവാദം കൊടുത്തതാണ് വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ആധികാരികമായിട്ട് കുപ്പിച്ചിലൊക്കെ എടുത്തിടുന്നത്. അവർക്ക് ക്രിസ്ത്യമായ സ്നേഹമില്ലാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്യണത്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ദൈവസ്നേഹം കുറയുമ്പോൾ അങ്ങനെ ദൈവസ്നേഹം കുറഞ്ഞിരിക്കത്തില്ല, ലോകസ്നേഹം കൂടിക്കൊണ്ടിരിക്കും, പൈശാചിക സ്നേഹം കൂടും. നമുക്കിങ്ങനെ ദൈവസ്നേഹം കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. ദൈവസ്നേഹം കുറഞ്ഞാൽ ഉടനെ പൈശാചിക സ്നേഹം കൂടും. ഇപ്പം ആ കുപ്പിച്ചിൽ കൊണ്ടൊന്നും ഇട്ടത് എന്താണ്? അവർക്ക് ദൈവസ്നേഹം ഇല്ലാത്ത കൊണ്ട് മാത്രമല്ല, പൈശാചിക സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ്. എന്താ അച്ഛൻ അങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, അല്ലേ? യോഹന്നാൻ 10:10. അപ്പോൾ കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യണത്, ഇപ്പോൾ സൽപ്പേരായാലും ഉപ്പുച്ചില്ല് വെച്ച് നമ്മുടെ കാല് മുറിച്ചാലും നശിപ്പിക്കുന്ന പരിപാടിയല്ലേ? അതെന്താണ്? കള്ളൻ്റെ പരിപാടിയാണ്. ആരുടേതാണ്? സാത്താൻ്റെ പരിപാടിയാണ്. അപ്പോൾ ദൈവസ്നേഹം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവസ്നേഹം കുറഞ്ഞു എന്ന് മാത്രമല്ല പ്രശ്നം. എന്താണ്? പൈശാചിക സ്നേഹം കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉടമ്പടി കുറേ നിബന്ധനകളുള്ളത്. എന്താ നിബന്ധനകളുള്ളത്? ഉടമ്പടി ഇപ്പോൾ ഈശോ തന്നെ ഒരു ഉടമ്പടി ചെയ്തില്ലേ? ഈശോ എന്നാ ഉടമ്പടി ചെയ്തത്? ഒരു പുതിയ ഉടമ്പടി ചെയ്ത് ഇല്ലേ? ഈശോൻ്റെ പുതിയ ഉടമ്പടിയുടെ പേരെന്നാ? പരിശുദ്ധ കുർബാന. പക്ഷേ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും ആ ഉടമ്പടിക്ക് മുമ്പും നിബന്ധന വെച്ചിട്ടുണ്ട് ഈശോ. എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്ക് ഒരു നിബന്ധന ഉണ്ടായിരുന്നു. നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധി പ്രാപിക്കാൻ ആദ്യം പറയും. അത് കഴിഞ്ഞിട്ടാണ് വാഗ്ദാന പ്രകാരം സന്താനവും സ്ഥലവും കൊടുക്കുന്നത്. മോസസിൻ്റെ ഉടമ്പടിക്ക് ഒരു നിബന്ധന ഉണ്ടായിരുന്നു. എന്താണ്? ഒരു നിബന്ധന അല്ല, 10 നിബന്ധന. എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, അല്ലേ? മാതാപിതാക്കന്മാർ ബഹുമാനിക്കണം, കൊല്ലരുത്, വിചാരം ചെയ്യരുത്, അങ്ങനെ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. അങ്ങനെ 10 നിബന്ധനയാണ് വെച്ചിരിക്കുന്നത്. എന്താ? അതുകൊണ്ട് നേടേണ്ട ടാസ്ക് ആൻഡ് ടാർഗറ്റ് ഹെവിയാണ്. കാര്യം എന്താണ്? വാഗ്ദാന നാട്, ഒരു രാജ്യം മേടിക്കേണ്ടതാണ്. ഒരു ദേശം കിട്ടിയാൽ പോരാ. എബ്രഹാത്തിനൊരു ദേശം കിട്ടിയാൽ മതിയായിരുന്നു. മോസസിന് 12 ഗോത്രങ്ങൾ കുടിയിരിക്കാൻ വേണ്ടി ഒരു രാജ്യം കിട്ടണം. പിന്നെ എന്താ? കുറേ പ്രശ്നങ്ങൾ, ജെറിക്കോ പൊടിക്കണം, ജോർദാൻ വറ്റിക്കണം. അപ്പം അതുകൊണ്ട് നിബന്ധന കൂടും. മക്കളെ, എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ടാർഗറ്റുകൾ കവർ ചെയ്യണില്ല എന്ന് കണ്ടാൽ നിങ്ങൾ നിബന്ധനയോട് കർക്കശപ്പെട്ടാൽ മാത്രം മതി. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പോൾ എന്തെങ്കിലും, ഇപ്പോൾ OIT എഴുതി, നമ്മൾ ഉടമ്പടി എടുത്തിട്ടും ഇപ്പോൾ 90% പേരും OIT IELTS എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം OIT പരീക്ഷ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആർക്കെങ്കിലും, അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടും ഇപ്പം നേരത്തെ റൈറ്റിങ്ങും റീഡിങ്ങും പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഹിയറിങ് പോയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചില്ലേ? നീ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചില്ലേ? ഇപ്പോൾ വേറെ ഒരു സബ്ജക്റ്റാണല്ലോ, മൊഡ്യൂളാണല്ലോ പോയത്. ഇപ്പോൾ എന്നാ ചെയ്യുമെന്ന് വിചാരിച്ചാൽ, മക്കൾ ഒന്നും ചെയ്യണ്ട, ബി കറേജിയസ്. നിങ്ങളെ നിബന്ധന ഒന്നൊരു കർക്കശമാക്കണം. വേറെ കണ്ട ഒരു നിബന്ധന കൂടി, അതായത് 1-2 പാപം കൂടി നോക്കിയിട്ട് അതിൻ്റെ കൂടി അങ്ങോട്ട് വെറുത്ത് ഉപേക്ഷിച്ചേക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം ടാസ്ക് വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾക്കറിയാവില്ല, എല്ലാവർക്കും ഒരു ബുദ്ധി അല്ലല്ലോ, ആണോ? എനിക്കൊക്കെ ആണെങ്കിൽ ഓർമ്മശക്തി കുറവാണ്, സത്യം പറയേ. പിന്നെ കർത്താവ് ഉള്ളതുകൊണ്ട് ജീവിച്ചു പോണതാണ്. അത്ര ഓർമ്മയില്ല, വചനമൊക്കെ മറന്നു പോവും. അപ്പം അതുകൊണ്ട്
അങ്ങനെ എന്തെങ്കിലും ഒരു പരിമിതികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പരിമിതിയെ നമ്മൾ കവർ ചെയ്യണത് വചനാധിഷ്ഠിതമായ വിശുദ്ധി കൊണ്ടാണ്. അതാണ് ഉടമ്പടിയുടെ ആത്മാവെന്ന് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു സ്ഥലം വിറ്റ് മാറണമെന്ന് വിചാരിച്ചോ, അപ്പോൾ നീ അതിനു വേണ്ടി കുടി നിരത്തി. അപ്പോൾ നീ കുറച്ച് കർത്താവിന് നിൻ്റെ കുറച്ച് സൗകര്യങ്ങൾ ശീലങ്ങൾ കർത്താവിന് കൊടുത്തു. എന്നിട്ടും ആ സ്ഥലം വിറ്റ് മാറുന്നില്ലെങ്കിൽ നീ പുകവലി കൂടി നിർത്തിയേക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം നമ്മൾ വിശുദ്ധീകരിക്കും തോറും നമ്മൾ ദൈവത്തിന് നമ്മളെ ശക്തീകരിക്കാൻ എളുപ്പമാണ്. നമ്മൾ വിശുദ്ധീകരിക്കും തോറും ദൈവത്തിന് നമ്മളെ ശക്തീകരിക്കാൻ എളുപ്പം. ഇപ്പം നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ കിട്ടിയില്ല, OIT ആകാം, IELTS ആകാം, MOS ആകാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം അതുകൊണ്ട് നീ വിഷമിക്കരുത്. നീ പറയണം, ഞാൻ കുറച്ചുകൂടി വിശുദ്ധീകരിച്ചിട്ട് വീണ്ടും കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. ഒന്ന് പറഞ്ഞ്, ഞാൻ കുറച്ചുകൂടി വിശുദ്ധീകരിച്ചിട്ട് എൻ്റെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. എപ്പോഴും നമ്മൾ ഉടമ്പടി രക്ഷപ്പെടുന്നത്, ഉടമ്പടി ദൈവത്തെ ഇപ്പം പുറപ്പാട് 3-ാം അധ്യായത്തിലെ സീനായി മലമുകളിൽ കത്തി എരിയുമ്പോൾ മുൾപ്പടർപ്പുകളെ എരിഞ്ഞ് ചാമ്പലാകാതിരിക്കുമ്പോൾ ദൈവം മോസസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? ഫിലിസ്തീയര്, ജബൂസ്യര്, പെരിസ്യര് എല്ലാം കീഴടക്കിയിരിക്കുന്ന ദേശം എൻ്റെ ജനങ്ങൾക്ക് ഞാൻ നൽകും. അതിനു വേണ്ടിയാണ് ഞാൻ ഫറവോയുടെ അടിമത്തത്തിൽ നിങ്ങളെ വിടുവിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഉടമ്പടി ദൈവത്തിൻ്റെ ഇറക്കമാണ്. നിൻ്റെ ജീവിത അവസ്ഥകളിലേക്ക്, നിൻ്റെ അടിമത്തങ്ങളിലേക്ക്, നിൻ്റെ പാപ അവസ്ഥയിലേക്ക് നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ സ്നേഹദൈവത്തിൻ്റെ ഇറക്കത്തിന് സഹായിക്കുന്ന ഉടമ്പടി. കൈ അടിച്ച് കിടത്താണ്.